കുളിമുറിയിലും കക്കൂസിലും ഇരിക്കുന്ന സമയം കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തേനേക്കാൾ ഇപ്പൊ കൂടുതലാ. 10 കൊല്ലം ഒരു ആയുസിൽ നമ്മൾ കുളിമുറിയിലും കക്കൂസിലുമാണ്. 10 കൊല്ലം. പണ്ടത്രയില്ല. കാരണം യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നതിന് മുമ്പ് മുട്ടും മടക്കി ഇരുന്നിട്ട് മുട്ടുകടച്ചിലെടുത്തിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ നല്ല സ്റ്റൂളുമേൽ ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് ആടുന്നല്ലേ ഡൗൺലോഡിങ്. പലരും മേലേന്നും ഡൗൺലോഡിങ്, താഴേന്നും ഡൗൺലോഡിങ്, രണ്ടും നടക്കൂ അല്ലേ? രണ്ടും നടക്കൂ. ആടുന്ന ഡൗൺലോഡിങ് അവിടെ ഇരിക്കുക. മാത്രമല്ല, പണ്ട് നല്ല ഇലക്കറിയും പച്ചക്കറിയും ധാരാളം കഴിക്കുന്ന കൊണ്ട് കാര്യങ്ങൾ ഇന്നോവ കാർ കയറി പോലെ സുഖമായി പോകും. ഇപ്പൊ താറിടാത്ത റോഡ് മേലെ ജീപ്പ് കയറ്റും പോലെ ഫസ്റ്റ് ഗിയറിട്ട് പിടിപ്പിക്കല. 10 കൊല്ലം അങ്ങനെ പോയി. ഇനി 35 ബാക്കിയുള്ളത്. ഈ 35-ൽ 10 കൊല്ലം സുഖമില്ലാണ്ട് പലവിധ അസുഖം വന്ന് കിടക്കും, വിശ്രമിക്കും. ഇനി 25 ബാക്കിയുള്ളത്. ആ 25-ൽ 10 കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ, മുടി ചെയ്യണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കെട്ടിയണ്ടേ, പിരിയം പൊരിക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, സാരിന്റെ മുന്താണിക്ക് പിന്നുകുത്താനെടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? എല്ലാം കൂടി 10 കൊല്ലം പോയി. ഇനി 15 കൊല്ലം നമുക്കുള്ളേ. ഈ 15 കൊല്ലെങ്കിലും മനുഷ്യനാവണം, മനുഷ്യനാവണം വേണ്ടേ? ആ മനുഷ്യനാവുന്നതിന് പകരം ഉണ്ണലും ഉറങ്ങലുമായിട്ട് നടക്കുന്ന ഈ ഭൗതിക സുഖങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയ. എന്താ എനിക്ക് വേണ്ടത്, എന്താ വേണ്ടാത്തതെന്ന തിരിച്ചറിവല്ലേ വേണ്ടേ? ഇത് ഒന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പറയെ ഓടുക. അവനവന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ശരീരത്തിന്റെ സുഖത്തിന് പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ. വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ കണിഞ്ഞ് ഒരു കടലാസിങ് തരും, അതിൽ എന്തെല്ലാം ഉള്ളത് ഈ ഒരു പേര് നമുക്കറിയില്ല. പുതിയ പുതിയ വിഭവങ്ങൾ. ചിക്കൻ കടായി, ചിക്കൻ 65 അല്ലെ? ഒരാഴ്ച പഴക്കമുള്ള ഇറച്ചിക്ക് ഒരാഴ്ച പഴക്കമുള്ള ശവം, അതിന് വർമാന്ന് പേര് തട്ടുന്നു. ഷവർമ അല്ലേ? ഷവർമ. എന്തെല്ലാം ഭക്ഷണങ്ങളാ ഇതെല്ലാം. പുതിയ പുതിയ ടേസ്റ്റിലേക്ക്. കുരുമുളകിട്ട ചിക്കൻ പോരാ, പച്ചക്കുരുമുളകിട്ട ചിക്കൻ. ഈ ശരീരം എന്ന പദാർത്ഥത്തെ സുഖിപ്പിക്കാൻ പോയി ഈ തിന്നുന്ന സാധനം കൊണ്ടൊന്നും സുഖിക്കില്ല എന്ന് വന്നപ്പോഴാണ് പദാർത്ഥങ്ങളെ അന്വേഷിച്ച് ലഹരിയുടെ പുറകെ പോവാ. പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, ബാധകം. ഈ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, ബാധകം പുക. മനസ്സിലായോ? പദാർത്ഥങ്ങളുടെ 3 അവസ്ഥ. ആ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക. മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കവിതയോ കഥയോ പാട്ടോ ഇല്ല. ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ടോ? പണ്ട് പട്ടിണി ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമുക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ മാറ്റം ഉണ്ടാകുമ്പോഴും ബാഹ്യമായ വികാസത്തിന് ആനുപാതികമായി ആന്തരിക